ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടോപ്പിക്ക് എന്താണ് സ്പിരിച്വൽ അവേക്കൺ. ഒരു വ്യക്തി എങ്ങനെയാണ് സ്പിരിച്വൽ അവേക്കൺ ആകുന്നത് എന്നുള്ള കാര്യമാണ്. പലർക്കും അറിയത്തില്ല എന്താണ് സ്പിരിച്വൽ അവേക്കൺ, എങ്ങനെയാണ് സ്പിരിച്വലായിട്ട് ഒരു വ്യക്തി മാറുന്നത് എന്നുള്ളത്. സ്പിരിച്വൽ അവേക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആത്മാവിനെ, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ദൈവിക ചൈതന്യത്തെ നമ്മൾ തിരിച്ചറിയുന്നു. നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ ജന്മമെടുത്തിരിക്കുന്നത്, നമ്മൾ വളരെയധികം ഒരുപാട് പർപ്പസോടുകൂടിയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് ജന്മം എടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടുന്ന സമയമാണ് നമ്മുടെ സ്പിരിച്വൽ അവേക്കൺ എന്ന് പറയുന്നത്. ഈ സമയങ്ങളിൽ നമ്മൾ ഇതുവരെ ചിന്തിച്ചിരുന്ന കാര്യങ്ങളൊന്നുമല്ലാണ് ഈ സത്യമെന്നുള്ള ഒരു തിരിച്ചറിവ്. അതാണ് മെയിനായിട്ട് സ്പിരിച്വൽ അവേക്കൺ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് എപ്പോഴൊക്കെയാണ്? ഒരു വ്യക്തിയുടെ അതികഠിനമായ രീതിയിൽ ആ ഒരു വ്യക്തി ജീവിതം തന്നെ നശിച്ചു പോയ ഒരവസ്ഥയിലൂടെ ആ വ്യക്തി പോകും. എന്താണ് യൂണിവേഴ്സായിട്ട് അവർക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പലതരത്തിലുള്ള പാഠങ്ങൾ അവർ ജന്മമെടുത്ത അന്ന് മുതൽ ഉള്ള ഒരുപാട് പാഠങ്ങൾ, ജീവിത പാഠങ്ങൾ അവർ ഓരോ സമയവും അവർ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും, ഘട്ടം ഘട്ടമായി വന്നുകൊണ്ടേയിരിക്കും. ലാസ്റ്റ് എല്ലാം സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ആ ഒരവസ്ഥയിൽ കൂടി ഈ വ്യക്തികൾ പോകും. അവർക്ക് ഈ സമയങ്ങളിലായിരിക്കും പല വ്യക്തികളിൽ നിന്ന് ഇവർക്ക് ട്രിഗർ കിട്ടും. അങ്ങനെ അവർ തന്നെ സ്വന്തം സോളിനെ തിരിച്ചറിയാൻ, സോൾ എന്താണെന്നുള്ളത്, ആ ഉള്ളിലുള്ള സോൾ എന്തുമാത്രം വേദനകളാണ് തിന്നുന്നതെന്നുള്ളതൊക്കെ തിരിച്ചറിയും. അങ്ങനെ ആ ഒരു വേദനയിലൂടെ പോകുന്ന അതൊരു ഇരുണ്ട രാത്രിയാണ്, ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ എന്ന് പറയും. ആ ഒരു ഇരുണ്ട രാത്രികൾ പല തവണ അറിഞ്ഞു കഴിയും. അതാണ് ഒരു സോൾ ഷോക്ക് എന്ന് പറയുന്നത്. ഈ സോൾ ഷോക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മളിങ്ങനെ നിന്നാൽ പോരാ, നമ്മൾ ദൈവത്തെ അറിയാനായിട്ട് ശ്രമിക്കും. വീണ്ടും വീണ്ടും നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരും. ഇതെന്താണ് നമുക്ക് മാത്രം ഇങ്ങനെ വരുന്നത് എന്നുള്ള ഒരവസ്ഥ നമുക്ക് വരും. അങ്ങനെ നമ്മുടെ സോളിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ നിന്ന് ആരോ നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ പല കാര്യങ്ങൾ വിചാരിക്കുമ്പോൾ അത് സത്യമായി ഭവിക്കുകയും, അതുപോലെ നമ്മൾ സ്വപ്നം കാണുന്ന പല കാര്യങ്ങളും അത് നടന്നുകൊണ്ടേയിരിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സ്പിരിച്വലായിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം അറിവായിട്ട് വരുന്നത്. ഇതെന്താണ് എന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. ഈ ഒരു അവസ്ഥയ്ക്കെല്ലാം കാരണം എന്താണ് എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള കുറേ ചോദ്യങ്ങളാണ്. ആ ഒരവസ്ഥയിൽ കൂടി പോകുന്ന ഒരു വ്യക്തി സ്പിരിച്വൽ അവേക്കൺ ആകാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. ഈ സ്പിരിച്വൽ അവേക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സോളാണെന്നും, നമ്മൾ ഈ ഭൂമി വന്നിരിക്കുന്നത് പലതരത്തിലുള്ള കർമ്മകൾ തീർക്കാനാണ്. കർമ്മബന്ധങ്ങളുണ്ട്, പല വ്യക്തികളുമായിട്ടുള്ള കർമ്മബന്ധങ്ങളുണ്ട്. ഇത് തീർക്കാനാണ് നമ്മൾ ഈ ഭൂമിയിൽ ജന്മമെടുത്തിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന, നമ്മുടെ ആത്മാവിൽ ഒളിഞ്ഞു കിടക്കുന്ന കറകൾ, അഴുക്കുകൾ, ഇത് പൂർണ്ണമായും നമ്മൾ നീക്കം ചെയ്യണം. നമ്മളെ ശുദ്ധിയാക്കാൻ വേണ്ടിയാണ് ഈ ഒരു സ്പിരിച്വൽ അവേക്കൺ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നമ്മുടെ ആത്മാവിനെ ശുദ്ധിയാക്കാൻ പല ജന്മങ്ങളെടുത്ത് നമ്മൾ ചെയ്ത തെറ്റുകൾ, നമ്മളുടെ പ്രവൃത്തികൾ, നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിച്ച വേദനകൾ, ഇതെല്ലാം ഒരു കറകളായി ഇങ്ങനെ അടിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ആൻസിസ്റ്റേഴ്സിൽ നിന്നും വരുന്ന കർമ്മകൾ, നമ്മുടെ ഓരോ ജന്മത്തിൽ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഓരോ മദർ ബോണ്ട്, ചൈൽഡ്ഹുഡ് ട്രോമാസുകൾ, ഈ ഒത്തിരി കറകളാണ് നമ്മുടെ DNA ഇങ്ങനെ അടിഞ്ഞു കൂടിക്കൊണ്ടേയിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് നമ്മൾ യൂണിവേഴ്സിലേക്ക് അലിഞ്ഞണം. നമ്മൾ എന്തിനാണ് വന്നത്,
നമുക്കൊരു പ്രത്യേക ഒരു പർപ്പസ് ഉണ്ട് ഈ ഭൂമിയിൽ വന്നിട്ട് ചെയ്യാൻ ഒത്തിരിയും കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യണം. ഇതുവരെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരുന്ന ഓരോ പ്രതിസന്ധികളും ഓരോ പ്രശ്നങ്ങളും നമ്മളെ തിരിച്ചറിയാനും നമ്മളെ ശുദ്ധിയാക്കാനും നമ്മളെ പൂർണ്ണമായി ശുദ്ധീകരിച്ച് നമ്മളെ നല്ലൊരു വ്യക്തിയാക്കി തീർക്കാനും നമുക്കത് കൂടാതെ തന്നെ നമുക്ക് ഈ ഭൂമിയിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ തീർക്കാനുണ്ട്, ഒരുപാട് കടങ്ങൾ തീർക്കാനുണ്ട്. നമ്മുടെ ഓരോ ജന്മത്തെയും നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് ആ ഒരു കടങ്ങൾ തീർക്കാനായിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ഈ ഭൂമിയിൽ ജന്മം എടുത്ത് വന്നിരിക്കുന്നത്. ആ ഒരു കടങ്ങൾ തീർക്കുക എന്നുള്ളതാണ് വലിയ ടഫായ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഓരോ ഘട്ടത്തിൽ നമ്മൾ പോകുമ്പം പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം. പലതരത്തിലുള്ള ആൾക്കാരെ ഡീല് ചെയ്യേണ്ടി വന്നേക്കാം. ഒരു വ്യക്തി സ്പിരിച്വലായി കഴിഞ്ഞാൽ എന്തെല്ലാം പ്രോബ്ലംസുകൾ ആ ഒരു വ്യക്തി അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് ആ ഒരു വ്യക്തി അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ജീവിതമല്ല ഒരു സ്പിരിച്വൽ അവേക്കണായ ഒരു വ്യക്തി അനുഭവിക്കുന്നത്. കാരണം ഇവർക്ക് പലതരത്തിലുള്ള ഇന്നർ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇവരുടെ എനർജി വൈബ്രേഷൻ ഹൈയിലായിരിക്കും. അപ്പം നോർമലുള്ള ആൾക്കാരെ ഡീൽ ചെയ്യാൻ പറ്റുന്നതല്ല, അവർ സാധാരണ നോർമൽ ലൈഫ് ജീവിച്ചിരിക്കുന്ന പോലെ നമുക്ക് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല, ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു വ്യക്തിയുടെ എനർജി ലോ ആകുകയും അവർക്കതിനെ ശാരീരികമായ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ സ്പിരിച്വൽ അവേക്കണാകുന്ന വ്യക്തികൾക്ക് സംഭവിക്കും. അതാണ് പല ആൾക്കാരും ഈ പൊതുസ്ഥലങ്ങളിലോട്ട് പോകാത്തതും പുറത്ത് പോകാത്തതും. അവർക്ക് അറിയാൻ പറ്റും അവരുടെ ബോഡിയിൽ എനർജി ലീക്ക് ആവുന്നുണ്ട്, അവർ ട്രെയിൻ ആകുന്നുണ്ട്, അവരുടെ ശരീര ആരോഗ്യം നഷ്ടപ്പെടാൻ പോകുന്നു. പല ആൾക്കാർ വന്നു കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് അവർ ഈ സ്പിരിച്വൽ അവേക്കണാകുന്ന വ്യക്തികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇവർക്ക് ഒരുപാട് പർപ്പസുകളുണ്ട്. അതെല്ലാം ഇവരുടെ ജീവിതത്തിലേക്ക് ഇവർ തേടി പോവുക പോലും വേണ്ട, ഇവരിലേക്ക് വന്നുകൊണ്ടേയിരിക്കുക തന്നെ ചെയ്യും. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് യൂണിവേഴ്സായിട്ട് പല കാര്യങ്ങളും ചെയ്ത് തന്നോളും. അഥവാ നമ്മൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കാനും യൂണിവേഴ്സിനറിയാം. യൂണിവേഴ്സ് ഇതെല്ലാം ഓരോ നിമിഷവും നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രവൃത്തിയും നമ്മളെന്താണോ ചെയ്യുന്നത് ഓരോ പ്രവൃത്തി യൂണിവേഴ്സ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അതിനെല്ലാം മാർഗിടുന്നുണ്ട്. ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് ഡിവൈൻ ടെസ്റ്റുകൾ നടത്താറുണ്ട്. ഇതെല്ലാം പാസ്സായി വന്നെങ്കിൽ മാത്രമേ, എന്നാലും തീരാതെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എത്ര ചെയ്താലോ എത്ര പ്രശ്നങ്ങൾ വന്നാലോ ഒരുപാട് ഇപ്പം നമ്മളൊന്ന് സ്ലോയിലായിപ്പോയിക്കട്ടെ, ആ സമയങ്ങളിൽ നമുക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ട് നമ്മളെ അത് ക്ലിയർ ചെയ്യിക്കാനുള്ള നമ്മളെ സ്ട്രോങ് ആക്കാനുള്ള കാര്യങ്ങളെല്ലാം യൂണിവേഴ്സ് നമുക്ക് ചെയ്തു തരിക തന്നെ ചെയ്യും. നമ്മളതിൻ്റെ ഒരു പാഠം പഠിക്കണം, ലെസൺസ് പഠിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഓരോരോ പ്രോബ്ലംസുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ സ്പിരിച്വൽ അവേക്കൺ എന്ന് പറയുന്നത് ആൾക്കാർ വരയ്ക്കും എന്തോ ഈ സ്പിരിച്വൽ അവേക്കൺ ഈ സന്യാസിമാരാണോ, ഈ സന്യാസിമാരെന്ന് പറഞ്ഞാൽ എന്തുവാ കുറേ രുദ്രാക്ഷം ഇട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നു. അവരെന്തുകൊണ്ടാണ് ആ രുദ്രാക്ഷം ഇടുന്നത്? സത്യം പറഞ്ഞാൽ അവരുടെ എനർജിയെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവർ ഈ രുദ്രാക്ഷം ഇടുന്നത്. കാരണം അവർക്ക് പ്രൊട്ടക്ഷൻ, ഈ പുറത്തിറങ്ങി നടക്കുമ്പോൾ പലതരത്തിലുള്ള എനർജീസുകൾ ഇവരുടെ ദേഹത്തോട്ട് വരികയും പലതരത്തിലുള്ള ആൾക്കാരെ ഡീൽ ചെയ്യണ്ടേ. പോകണമെന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് ആയ എനർജീസുകൾ ഇവരുടെ ഉറയിലോട്ട് തട്ടുകയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാം വരും. അതിൽ നിന്നെല്ലാം ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയാണ് പലതരത്തിൽ ഇവർ ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ചും പുറത്ത് ഒരുപാട് ആൾക്കാരുള്ളിടത്തോട്ട് പോകാതിരിക്കുന്നതിന് സ്പിരിച്വൽ അവേക്കണാകുന്ന വ്യക്തികൾ പോകാതിരിക്കുന്നത്. ഇപ്പോൾ ആൾക്കാർ നല്ലതുള്ളവർ കാണുമ്പോൾ വിചാരിക്കും അവരെന്തോ കുറേ രുദ്രാക്ഷമൊക്കെ വാരിയിട്ട് കുറേ ഭസ്മമൊക്കെ പൂശി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഈ ക്രിസ്റ്റൽ ഉപയോഗിക്കുന്നതും അങ്ങനെയുള്ള സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതും ചെയ്യുന്നതും എല്ലാം ഈ എനർജിയെ സ്വന്തം എനർജിയെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയാണ് കൂടുതലും ആൾക്കാർ ഈ സ്പിരിച്വൽ റേക്കി ഹീലിങ്, പ്രാണിക് ഹീലിങ് ഇതുപോലുള്ള ഹീലിങ്സൊക്കെ പഠിച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ആൾക്കാർ വിചാരിക്കും എന്തേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, സ്പിരിച്വലാകുന്ന ആൾക്കാർ സന്യാസിമാരെ പോലെ നടക്കുന്നു അവരെന്തിനാണ് ഈ രുദ്രാക്ഷം ഇടുന്നത്? രുദ്രാക്ഷമൊക്കെ ഇടുന്നതിന് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആൾക്കാർക്ക് ഇങ്ങനെയാണ് സ്പിരിച്വൽ അവേക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. താങ്ക് യു.